എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരുപാട് ആളുകളോട് സംസാരിക്കാറുണ്ട് അല്ലേ? നമ്മുടെ അച്ഛനമ്മമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ കൂടപ്പിറപ്പുകളോട്, നമ്മുടെ സഹപ്രവർത്തകരോട്, പിന്നെ നമ്മൾ നടന്നു നീങ്ങുന്ന വഴികളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പല ആളുകളോടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അതുമാത്രവുമല്ല, നിങ്ങളൊരു അധ്യാപകനോ അധ്യാപികയോ ആണെങ്കിൽ നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനോ ആണെങ്കിൽ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊരു എഴുത്തുകാരനാണെങ്കിൽ വായനക്കാരനോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരുപാട് ആളുകളോട് എല്ലാ ദിവസവും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സംസാരം എന്ന വാക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വ്യാപ്തിയുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ സംസാരത്തിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം, ബഹുമാനിക്കണം, നമ്മൾ അംഗീകരിക്കപ്പെടണം, സ്നേഹിക്കപ്പെടണം എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അത് ആഗ്രഹിക്കാതെ ആരും തന്നെയില്ല. നമ്മളെ ഇഷ്ടപ്പെടുകയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും നമ്മളെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സർക്കിളിൽ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സുഖമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസാരം തന്നെയാണ്. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സറിഞ്ഞ് സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് മുന്നിൽ നിൽക്കുന്നവന്റെ മനസ്സ് തൊട്ടറിഞ്ഞ് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രിയപ്പെട്ട ഒരാളാവാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ മനസ്സറിയാതെ സംസാരിക്കുന്ന ഒരാൾക്കും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, നല്ല മതിപ്പുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, സ്നേഹമോ ബഹുമാനമോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാള് നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നവുമായിട്ട് വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലെ? നമുക്ക് വിശ്വാസമുള്ള ആളുകളോട് നമ്മൾ പ്രശ്നങ്ങൾ പറയാറുണ്ട്. അതുപോലെ നിങ്ങളോടൊരു പ്രശ്നം പറയുകയാണ്. വേണമെങ്കിൽ ഒരു ഉദാഹരണത്തിന് നമുക്ക് രസകരമായ രീതിയിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കാര്യം പറയാം. ഈ സൗഹൃദവും പ്രണയവും ഒക്കെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ? ബ്രേക്കപ്പ് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് മാനസികമായിട്ട് വലിയ തകർച്ചകൾ ഉണ്ടാവും. അപ്പൊ ആരോടെങ്കിലും ഈ ഒരു സങ്കടം തുറന്നു പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടണമെന്ന് ഓർത്തിട്ട് പറയുന്ന ആളുകളുണ്ടാവും. നിങ്ങളോട് അങ്ങനെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും അതിനെ മോശമായ രീതിയിലാണ് റിയാക്ട് ചെയ്യാറുള്ളത് എന്ന് തോന്നുന്നു അല്ലെ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രണയമൊക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സൗഹൃദങ്ങളൊക്കെ നഷ്ടപ്പെട്ട് മാനസികമായിട്ട് വളരെ സങ്കടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ വിഷമം നമ്മളോട് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ മോശമായിട്ടാണ് അവർക്ക് മറുപടി നൽകാറുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവര് നിങ്ങളോട് പിന്നീട് എപ്പോഴെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുമെന്ന്? ഇല്ല. അപ്പൊ ബന്ധങ്ങൾ തകരുന്നതിന് കാരണമാകുന്നത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മനസ്സറിയാതെ സംസാരിക്കുന്നത് കൊണ്ടാണ്, മറ്റുള്ളവരുടെ മനസ്സറിയാതെ ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാണ്. മറിച്ച് അവരുടെ മനസ്സറിഞ്ഞ്, അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ്, അവരുടെ തൊട്ടരികിൽ നിന്നുകൊണ്ട് അവർക്കൊരു ആശ്വാസം നൽകാൻ നമുക്ക് സാധിച്ചാൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് നമ്മൾ മാറാറാണ് പതിവല്ലേ? നമ്മുടെ സമൂഹത്തില് ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഒരു മികച്ച രാഷ്ട്രീയ നേതാവാകുന്നത് എങ്ങനെയാണ്? ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടി മികച്ച കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മികച്ച ഒരു രാഷ്ട്രീയ നേതാവാകുന്നത് അല്ലെ? അതുപോലെ തന്നെ ഒരു ടീച്ചർ ഒരു നല്ല അധ്യാപകനും ഒരു നല്ല അധ്യാപികയും ആകുന്നത് എപ്പോഴാണ്? കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവരോടൊപ്പം നിന്ന് അവരെ പഠിപ്പിക്കുമ്പോഴാണ് ഒരു നല്ല അധ്യാപകനും അധ്യാപികയും ആവുന്നത് അല്ലെ? ഒരു എഴുത്തുകാരൻ നല്ല എഴുത്തുകാരനാവുന്നത് എപ്പോഴാണ്? വായനക്കാരന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന, അവരുടെ മനസ്സ് തൊട്ടറിഞ്ഞുകൊണ്ട് എഴുതാൻ അറിയുന്ന ഒരാളാകുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ മികച്ച എഴുത്തുകാരനാവുന്നത് അല്ലെ? ഒരു നല്ല സിനിമാ സംവിധായകനാകുന്നത് എപ്പോഴാണ്? ജനമനസ്സറിഞ്ഞുകൊണ്ട് സിനിമ എടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പെരുമാറുന്നവർക്കാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങളും സ്ഥാനങ്ങളും ബഹുമാനവും ഒക്കെ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പണ്ടെനിക്ക് ഓർമ്മയുണ്ട്, ഈ ഹോംവർക്കൊക്കെ ചെയ്യാതെ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് തല്ല് കിട്ടിയിട്ടുണ്ടാവും. ശരിയല്ലേ? എനിക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. ആ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വർത്തമാന കാലത്തിൽ നിന്നുകൊണ്ട്
ആ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ടീച്ചർ എന്നെ തല്ലിയത് തെറ്റായിരുന്നു, അബദ്ധമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ വളർന്നത് കൊണ്ടാവാം അങ്ങനെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെട്ടത്. കാരണം തല്ലിയത് കൊണ്ട് മാത്രം ഒരു ഹോംവർക്കും എല്ലാ ദിവസവും അവർ ചെയ്തു വന്നിരുന്നോ, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി വളരെ മികച്ച ഒരു വിദ്യാർത്ഥിയായോ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയായോ മാറിയെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പ്രാരാബ്ധങ്ങളും പട്ടിണികളും ഒക്കെ നിറഞ്ഞ സാഹചര്യമായിരുന്നു പല വീടുകളിലും, അല്ലെ? ഗവൺമെന്റ് സ്കൂളുകളിലേക്കാണ് എല്ലാ കുട്ടികളും, മിക്ക കുട്ടികളും പഠിച്ചിരുന്നത് അന്നത്തെ കാലത്ത്. കാരണം അത്ര വലിയ ജീവിത നിലവാരമൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ അത്ര വലിയ സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അപ്പോൾ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് മാത്രവുമല്ല, കൂട്ടുകുടുംബം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ടാകും. അതിനിടയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഈ അമ്മായിയമ്മ പോരും ആവശ്യത്തിലധികം ഉണ്ടായ ഒരു കാലമാണത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഓരോ കുട്ടിയും സ്കൂളിലേക്ക് വരുന്നുണ്ടാവുക. ഹോംവർക്ക് ചെയ്യാതെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്കറിയാം നല്ല അടി കിട്ടുമെന്ന്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബഹളത്തിനിടയിൽ, ഈ പ്രശ്നങ്ങൾക്കിടയിൽ, ഈ ഒച്ചപ്പാടുകൾക്കിടയിൽ എങ്ങനെയാണ് ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക? പക്ഷെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരധ്യാപകനെങ്കിലും ഒരധ്യാപികയെങ്കിലും നിങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, മോനെ അല്ലെങ്കിൽ മോളെ എന്തുകൊണ്ടാണ് നിനക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടാണോ, നിനക്കറിയാത്തത് കൊണ്ടാണോ? അങ്ങനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ടീച്ചർ നിങ്ങളോട് ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, ഒരാൾ പോലും ഇല്ല എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയാണ് ആ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്നും അബദ്ധമായിരുന്നു എന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരുടെ മനസ്സറിഞ്ഞ് ഒരിക്കലും പഠിപ്പിക്കാൻ പല അധ്യാപകർക്കും സാധിച്ചിട്ടില്ല. ചില അധ്യാപകർക്ക് അത് സാധിച്ചിട്ടുണ്ട്. അവര് എപ്പോഴും കുട്ടികളുടെ മനസ്സിൽ, അവർ വളർന്നപ്പോഴും അവരുടെ മനസ്സിൽ അവരുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അധ്യാപകരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ജീവിച്ചിട്ടുമുണ്ട്, ജീവിക്കുന്നുമുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ടീച്ചേഴ്സും അങ്ങനെയല്ല. വിദ്യാർത്ഥികളുടെ മനസ്സറിയാതെയാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളെ ബിൽഡ് ചെയ്യുന്നെടുക്കുന്നതിൽ, കുട്ടികളെ നല്ല വ്യക്തികളായി രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഇടങ്ങളാണ് വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. അതിനെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് തീർച്ചയായിട്ടും അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള റോള് വളരെ വലുതാണ്. ഒരു ജോലി, ശമ്പളം എന്നതിനപ്പുറം നിങ്ങൾ ഇതുപോലുള്ള ജോലികളെ ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കാനാവണം. നിങ്ങൾക്കൊരു പാഷനായിരിക്കണം. അതായത് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കെങ്കിൽ മാത്രമേ ആ പണി വൃത്തിയായിട്ട് ചെയ്യാവൂ, ആ മേഖലയിലേക്ക് തന്നെ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറിച്ച് ഒരു ജോലിക്ക് വേണ്ടിയോ ശമ്പളത്തിന് വേണ്ടിയോ വിദ്യാർത്ഥികളെ, കുട്ടികളെ പഠിപ്പിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത്. ഇത് നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ അല്ല, നിങ്ങളോട് മാത്രം പറയാനുള്ള കാര്യമല്ല. പക്ഷെ മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, സംസാരിക്കണം എന്ന് പറയുവാൻ, മനോഹരമായ രീതിയിൽ പറയുവാൻ ഈ ഒരു ടോപ്പിക് എടുത്തു എന്ന് മാത്രം. ഇത് മാത്രമല്ല, നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും മറ്റുള്ളവരുടെ മനസ്സറിയാതെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും പരസ്പരം മനസ്സറിഞ്ഞ്, മനസ്സ് തൊട്ടറിഞ്ഞ് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. ഈ ഫ്ലാറ്റിലും അപ്പാർട്ട്മെന്റിലും ഒക്കെ താമസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ട് കുറെ അയൽവാസികൾ ലൈഫിലൂടെ കടന്നുപോയിട്ടുണ്ട്, നെയ്ബേഴ്സ്. അപ്പോൾ കുറെ അനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ടുപേരും ജോലിക്ക് പോകുന്ന സാഹചര്യത്തിൽ വൈകുന്നേരം ഭാര്യയും ഭർത്താവും വീട്ടിലേക്ക് കയറി വരും. ഭാര്യ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. ഭർത്താവാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫോൺ ഓൺ ആക്കിയിട്ട് നമ്മുടെ തൊട്ടുകൂട്ടാൻ തുടങ്ങും, ഫോൺ എടുത്തിട്ട്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, പുള്ളിക്കാരൻ ഈ ഫോൺ നോക്കുന്നതിനിടയിൽ ഭാര്യയോട് വിളിച്ചു പറയും, ഒരു ചായ വെച്ച് തരാമോ എന്ന്. അപ്പൊ പുള്ളിക്കാരി രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിന്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുകയായിരിക്കും ക്ലീൻ ചെയ്യാതെ. ഇത് ക്ലീൻ ചെയ്യുന്നതിന്റെ തിരക്കിലായിരിക്കും. കാരണം ഓഫീസിലുള്ള തിരക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരിയും വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ മാനസികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, അതിന്റെ ക്ഷീണം ഉണ്ടാവും. ഇതിനിടയിലാണ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ടാവുക. അതിനിടയിലാണ് ഭർത്താവ് ഒരു ചായ വെച്ച് തരുമോ എന്ന് ചോദിക്കേണ്ടാവുക. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പുള്ളിക്കാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപക്ഷെ ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കും, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ചായയൊക്കെ വെച്ചു കൊടുക്കും. എന്നാൽ ഇത് സ്ഥിരമാക്കുമ്പോഴാണ് പിന്നെന്ത് സംഭവിക്കും? പിന്നെ അത് വഴക്കാവും, ബഹളമാവും. ഈ ചെറിയ പ്രശ്നം പിന്നീട് വളർന്ന് വലിയ മാനസിക അകലങ്ങൾ ഉണ്ടാക്കും. ബന്ധങ്ങൾക്ക് തകരുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെയാണ്. അതിന് പകരം പുള്ളിക്കാരി എല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരന് പോയിട്ടൊരു നല്ല ചായയൊക്കെ ഉണ്ടാക്കി
രണ്ടുപേരും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്നിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ? കുടുംബ ബന്ധങ്ങളുടെയൊക്കെ കരുത്ത് ഇവിടെയാണ്, അല്ലേ? മനസ്സ് തൊട്ടറിഞ്ഞ് നമുക്ക് പെരുമാറാനും ഇടപഴകാനും കഴിയുമ്പോഴാണ് എല്ലാ ബന്ധങ്ങളും സുന്ദരമായിട്ട് നിലനിൽക്കുന്നത്. അതാണ് നിങ്ങളോട് പറഞ്ഞു കൊണ്ടുവരുന്നതും. ഈ വീഡിയോയുടെ ആകത്തുക അവിടെയാണ്. ഏത് ബന്ധങ്ങളായാലും അതിനെ നിലനിർത്തുന്നത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നവരുടെ മനസ്സുകൂടി പഠിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ മനസ്സിന്റെ ഉള്ളു നമുക്ക് അറിയാൻ പറ്റണം. അവരുടെ സങ്കടങ്ങളെയും അവരുടെ സന്തോഷങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതിനനുസരിച്ച് പെരുമാറാനും സംസാരിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ പ്രിയപ്പെട്ട ഒരാളാവാൻ നമുക്ക് കഴിയും. അവിടെയാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുന്നത്, നല്ല സ്നേഹങ്ങൾ ഉണ്ടാവുന്നത്, നല്ല ചില മൂല്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് മനസ്സ് തൊട്ടറിഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കുക. അത് കുടുംബ ബന്ധമായാലും സ്നേഹബന്ധമായാലും മറ്റു തരത്തിലുള്ള ഏത് ഇടപെടലുകളാണെങ്കിലും അവിടെയൊക്കെ മുന്നിൽ നിൽക്കുന്നവരുടെ മനസ്സറിഞ്ഞ് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. നല്ല വ്യക്തിത്വം അവിടെയാണ് രൂപപ്പെടുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഉൾക്കൊള്ളുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന കുറെ ആളുകളെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കും. അതിനെല്ലാവർക്കും കഴിയട്ടെ. മറ്റൊരു പ്രധാന വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.